element, existence of negative element, then multiplication, commutative, associative properties of multiplication, existence of an identity element, existence of a unit element 1, then existence of inverses. For every a not equal to 0, there exists 1 by a, and distributive property of multiplication over addition, and we have proved certain small results. ഈ സെഷനിൽ നമ്മൾ വീണ്ടും ഇതുപോലുള്ള ചെറിയ 1-2 റിസൾട്ടുകളാണ് ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ തിയറം ഇതാണ്. രണ്ട് പാർട്ടാണ് തിയറത്തിനുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ ഇഫ് a not equal to 0, a is a non-zero and b are in R. So a and b are two real numbers and a not equal to 0, such that a dot b equal to 1. Suppose their product is equal to 1, then b is equal to 1 by a. This is what we have to prove. A product of a and b equal to 1 ആണെങ്കിൽ b is equal to 1 by a ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇനി സെക്കൻഡ് പാർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഫ് a into b equal to 0, then either a equal to 0 or b equal to 0. ഈ രണ്ട് റിസൾട്ടുകളാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ റിസൾട്ട് പ്രൂവ് ചെയ്യാം. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? എ നോട്ട് ഈക്വൽ ടു 0 ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് ഇംപ്ലൈസ് ദർ എക്സിസ്റ്റ് 1 by a element of R such that product of a and 1 by a equal to 1. ഓക്കെ, പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് പ്രൊഡക്റ്റ് ഓഫ് എ ബി ഈക്വൽ ടു 1. ഇതും നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി ഈക്വൽ ടു 1 by a എന്നാണ്. സോ ഞാൻ ഈ ബിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഐ ക്യാൻ റൈറ്റ് ബി ആസ് പ്രൊഡക്റ്റ് ഓഫ് ബി ആൻഡ് 1, M3. സോ ഈ ബി എന്നുള്ളതിനെ എനിക്ക് ബി അങ്ങനെ തന്നെ ഞാൻ എഴുതി. 1 എന്നുള്ളതിന് പകരം എനിക്ക് എ 1 by a എന്നെഴുതാം. ദിസ് ഇസ് M4. ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടത്. സോ എനിക്കിപ്പോൾ ഇതിനെ ബി എ ഇൻറ്റു 1 by a എന്നെഴുതാം ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. വീണ്ടും ഞാനിവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണു. സോ എ ബി into 1 by a, M1, commutative property of multiplication, and we are given that AB equal to 1. So I can write this as 1 into 1 by a by hypothesis. നമുക്ക് തന്നിട്ടുണ്ട്. Okay, what is 1 into 1 by a? It is 1 by a by M3. So ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. B is equal to 1 by a. If a times b is equal to 1, then b is equal to 1 by a. So first part is over. ഇനി നമുക്ക് സെക്കൻഡ് വൺ പ്രൂവ് ചെയ്യണം. പ്രൊഡക്റ്റ് ഓഫ് എ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എയോ ബിയോ ഒരെണ്ണമെങ്കിലും 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ബി 0 ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എ 0 ആയിരിക്കുമെന്നും അതുപോലെ പ്രൂവ് ചെയ്യാം. ഇതിലേതെങ്കിലും എ ബി എന്നൊക്കെ പറയുന്നതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ലല്ലോ. ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ. നമുക്ക് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയാണ്. സോ ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എ ഈക്വൽ ടു 0 അല്ലെങ്കിൽ, അതായത് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ബി 0 ആകും എന്നാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? എ ബി ഈക്വൽ ടു 0 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അസ്യൂം എ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ വി ഹാവ് എ 1 by a element of R such that product of a and 1 by a equal to 1.
ഓക്കെ, ഇത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അസ്യൂം ചെയ്തതനുസരിച്ച് നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. പിന്നെ എനിക്ക് ബി 0 ആണെന്ന് കാണിക്കണം. സോ ഞാൻ ബിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ബിയെ എനിക്ക് ബി ടൈംസ് 1 എന്ന് എഴുതാം ബൈ M3. നൗ ഇതിപ്പോൾ എനിക്ക് ബി ടൈംസ് 1 പകരം പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് 1/a. ദെൻ ഇത് M4ഉം നമ്മുടെ അസംഷനും പ്രകാരം എ നോട്ട് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തിട്ടുള്ളത് കൊണ്ട് കേട്ടോ. M4 ആൻഡ് അവർ അസംഷൻ. ഇനി ഞാനിതിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തു. സോ എനിക്ക് ഇങ്ങനെ എഴുതാം. M2 പ്രകാരം ഇതുപോലെ എഴുതാം. വീണ്ടും ഞാനിതിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണു. M1 എ ബിയുടെ വാല്യൂ 0 ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ഗിവൺ. ആൻഡ് എനിത്തിങ് മൾട്ടിപ്ലൈഡ് ബൈ 0 ഈസ് 0 എന്ന് നമ്മൾ പ്രീവിയസ് തിയറം, കഴിഞ്ഞ സെഷനിൽ നമ്മൾ പ്രൂവ് ചെയ്ത തിയറത്തിൻ്റെ സി പാർട്ട്, A.0 ഈക്വൽ ടു 0 ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് ആർ. ഓക്കെ, ഈ റിസൾട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. സോ 0 × 1/a ഈക്വൽ ടു 0. എ എന്ന് പറഞ്ഞാൽ വെറും ഒരു റെപ്രസെൻറ്റേഷനാണ്. എ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ, അത്രേ ഉള്ളൂ കേട്ടോ. സോ ഇവിടെ 1/aയും ഒരു റിയൽ നമ്പറാണ്. സോ വി ഹാവ് ദിസ്. സോ ഇഫ് എ നോട്ട് ഈക്വൽ ടു 0 ദെൻ ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യമായി. അപ്പോൾ A.b ഈക്വൽ ടു 0 ആണെങ്കിൽ എയ്തർ ഒന്നുകിൽ എ 0 ആയിരിക്കണം, എ നോൺ 0 ആണെങ്കിലോ ബി ഈക്വൽ ടു 0 ആവുമെന്ന് ഇപ്പോൾ കിട്ടി. സോ വി ഹാവ് പ്രൂവ്ഡ് ദിസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ എന്താണ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി റാഷണൽ നമ്പർ ഡിന്യൂമറബിൾ ആണ്, കൗണ്ടബിൾ ആണ് എന്നെല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാലും നമുക്ക് റാഷണൽ നമ്പർ എന്താണ് എന്നൊന്ന് ഡിഫൈൻ ചെയ്യാം. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ Q എന്നാണ് എഴുതുക. ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. സെറ്റ് ഓഫ് ഓൾ P/Q വേർ P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. P/Q എന്ന് എഴുതുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവരുത്. ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. രണ്ടുപേരും ഇൻറ്റിജേഴ്സാണ്, പക്ഷേ ഡിനോമിനേറ്റർ 0 അല്ല. ഇങ്ങനെയുള്ള എല്ലാവരുടെയും കൂടി കളക്ഷനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ എന്താണ് ഇറാഷണൽ നമ്പർ? ഇറാഷണൽ നമ്പർ എന്ന് വെച്ചാൽ റാഷണൽ അല്ലാത്ത എല്ലാ റിയൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സാണ്. സോ നമുക്ക് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെ 2 ആക്കി പാർട്ടീഷൻ ചെയ്യാം. ഒന്നാമത്തേത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, രണ്ടാമത്തേത് സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്. സോ റാഷണൽ നമ്പേഴ്സിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ 2 കൂട്ടരും കൂടി ചേർന്നാൽ വി വിൽ ഗെറ്റ് ദ എൻറ്റയർ റിയൽ ലൈൻ. ഓക്കെ, സോ ദിസ് ഇസ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ. സോ ഒരു തിയറവും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ തിയറം പറയുന്നത് ഇതാണ്: there does not exist a rational number such that its square is equal to 2. സ്ക്വയർ 2 ആകുന്ന ഒരു റാഷണൽ നമ്പർ പോലും എക്സിസ്റ്റ് ചെയ്യില്ല. ശരിക്കും നമുക്കറിയാം ആരുടെയാണ് സ്ക്വയർ 2 വരിക? റൂട്ട് 2-ൻ്റെ. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ പ്രൂവ് ചെയ്യുന്നത് റൂട്ട് 2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. റൂട്ട് 2 റാഷണൽ നമ്പർ അല്ല എന്നാണ് ശരിക്കും പ്രൂവ് ചെയ്യുന്നത്. പക്ഷേ റൂട്ട് 2 എന്നുള്ള എക്സ്പ്രഷനൊന്നും നമ്മൾ ഈ പേപ്പറിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്: there does not exist a rational number whose square is 2. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വി ആർ അസ്യൂമിങ് ദാറ്റ്
there exists a rational number such that r square equal to 2. അപ്പോൾ r എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ഉണ്ട് എന്ന് നമ്മൾ എടുത്തു. അപ്പോൾ r ക്യൂവിലുള്ളതാണെന്നുണ്ടെങ്കിൽ r-നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? We can write it in the form p by q, where p-യും q-വും ഇൻറ്റിജേഴ്സ് ആണ്, q not equal to 0 ആണ് അല്ലേ? ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം, കോമൺ ഫാക്ടേഴ്സ് കട്ട് ചെയ്ത് കളയാം. പിയിലും ക്യൂവിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 2/4 ആണെങ്കിൽ നമുക്കതിനെ 1/2 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ പിയും ക്യൂവും ചൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. പി ആൻഡ് ക്യൂ സച്ച് ദാറ്റ് GCD ഓഫ് പി ആൻഡ് ക്യൂ ഈക്വൽ ടു 1. അതായത് പിക്കും ക്യൂവിനും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ 2/4 നമ്മൾ 1/2 എടുക്കുകയുള്ളൂ. അതുപോലെ 3/9 ആണെങ്കിൽ അതിനെ നമ്മൾ 1/3 കൺസിഡർ ചെയ്യുള്ളൂ. അങ്ങനെ GCD ഓഫ് പി ആൻഡ് ക്യൂ ഈക്വൽ ടു 1 ആവുന്ന പോലെയാണ് ഈ പിയും ക്യൂവും നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇതുപോലെ എടുക്കാൻ പറ്റും, അതിൽ സംശയമൊന്നുമില്ല. ഇനി r സ്ക്വയർ ഈക്വൽ ടു 2 ആകുമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. r സ്ക്വയർ ഈക്വൽ ടു 2 മീൻസ് പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ ഈക്വൽ ടു 2 അല്ലേ? കാരണം r എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂ. സോ പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ ഈക്വൽ ടു 2. ഇനി രണ്ട് സൈഡും നമ്മൾ ക്യൂ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് പി സ്ക്വയർ ഈക്വൽ ടു 2 ടൈംസ് ക്യൂ സ്ക്വയർ. ഇതിൻ്റെ അർത്ഥം എന്താ? പി സ്ക്വയർ ഈസ് ആൻ ഈവൺ നമ്പർ. കാരണം നമുക്കിപ്പോൾ പി സ്ക്വയറിനെ മൾട്ടിപ്പിൾ ഓഫ് 2 എന്നല്ലേ കിട്ടിയത്. സോ പി സ്ക്വയർ ഒരു ഈവൺ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ പിയും ഒരു ഈവൺ നമ്പർ ആയിരിക്കും. ഒരു നമ്പറിൻ്റെ സ്ക്വയർ ഈവൺ നമ്പർ ആവണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ തന്നെ ഈവൺ നമ്പർ ആയിരിക്കും. അതല്ലെങ്കിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇഫ് പി എന്ന് പറയുന്നത് ഓഡാണെന്ന് കരുതുക. ഇഫ് പി ഈസ് ഓഡ്, അങ്ങനെയാണെങ്കിൽ പി ഈസ് ഓഫ് ദ ഫോം 2n-1 ഫോർ സം n അല്ലേ? അപ്പോൾ എന്തായിരിക്കും പി സ്ക്വയർ? 2n-1 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 4n സ്ക്വയർ മൈനസ് 4n പ്ലസ് 1 വരും. അതായത് 2 ടൈംസ് 2n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1. സോ ഇതൊരു ഈവൺ നമ്പറാണ്. 2 ഇൻറ്റു സംതിങ് എന്തെങ്കിലും ആയിക്കോട്ടെ, 2 ഇൻറ്റു സംതിങ്. സോ ദിസ് ഈസ് ആൻ ഈവൺ നമ്പർ. ഞാൻ ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഈവൺ നമ്പറാണ്. ഒരു ഈവൺ നമ്പറിൻ്റെ കൂടെ നമ്മൾ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? ഓഡ് നമ്പറാവും. അപ്പോൾ ഇതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? ഇഫ് പി ഈസ് ഓഡ് ദെൻ പി സ്ക്വയറും ഓഡാണ്. പി ഓഡാണെങ്കിൽ പി സ്ക്വയറും ഓഡാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് പി സ്ക്വയർ ഈസ് ആൻ ഈവൺ നമ്പർ എന്നാണ്. ഓക്കെ, അപ്പോൾ പി സ്ക്വയർ ഈസ് ആൻ ഈവൺ നമ്പർ implies P is an even number. ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയെന്ന് വെച്ചിരുന്നത് പി സ്ക്വയർ ഈക്വൽ ടു 2q സ്ക്വയർ എന്നാണ്. സോ പി സ്ക്വയർ ഈക്വൽ ടു 2q സ്ക്വയർ. ഇതിൽ പി ഈവൺ നമ്പർ എന്ന് പറയുമ്പോൾ പി എ എനിക്ക് സേ സം 2 ടൈംസ് എം എന്നെഴുതാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? 2m ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2q സ്ക്വയർ. This implies 4m square equal to 2q square. സോ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡിൽ ഒരു 1/2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും q സ്ക്വയർ ഈക്വൽ ടു 2m സ്ക്വയർ. അതായത് q സ്ക്വയർ ഈസ് ഈവൺ. അപ്പോൾ നമ്മൾ നേരത്തെ പി സ്ക്വയർ ഈവൺ ആണെങ്കിൽ പി ഈവൺ ആണെന്ന് പറഞ്ഞ പോലെ q സ്ക്വയർ ഈവൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? q ഈസ് ഈവൺ. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ? പിയും ഈവൺ നമ്പറാണ്,
ക്യൂവും ഈവൺ നമ്പറാണ് അല്ലേ? അപ്പോൾ 2 ഈസ് എ കോമൺ ഫാക്ടർ ഫോർ പി ആൻഡ് ക്യൂ. പിയെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ക്യൂവിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ജി സി ഡി ഓഫ് പി ആൻഡ് ക്യൂ ഈക്വൽ ടു 1 എന്ന് പറയുന്നതിന് ഇതൊരു കോൺട്രഡിക്ഷനാണ്. കാരണം ജി സി ഡി ഓഫ് പി ആൻഡ് ക്യൂ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പിക്കും ക്യൂവിനും കോമൺ ഫാക്ടേഴ്സ് ഇല്ല, 1 മാത്രമേ കോമൺ ഫാക്ടർ ആയിട്ടുള്ളൂ എന്നാണ്. പക്ഷെ ഇപ്പം നമുക്ക് കിട്ടി 2 ഈസ് എ പിയും ഈവൺ നമ്പറാണ്, ക്യൂവും ഈവൺ നമ്പറാണ്. അതായത് പി ഈസ് ഡിവിസിബിൾ ബൈ 2, ക്യൂ ഈസ് ഡിവിസിബിൾ ബൈ 2. സോ 2 ഈസ് എ കോമൺ ഫാക്ടർ ഫോർ ബോത്ത് ഓഫ് ദം. സോ വി ആർ arrived at a contradiction. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കോൺട്രഡിക്ഷനിൽ എത്തിയത്? വി ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? r² ഈക്വൽ ടു 2 ആകുന്ന ഒരു റാഷണൽ നമ്പർ ഉണ്ട് എന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് റോങ് ആണ്. സോ our assumption is wrong. Therefore, there does not exist a rational number such that r² equal to 2. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. Prove that there does not exist a rational number such that r² equal to 3. തനിയെ ഒന്ന് പ്രൂഫ് എഴുതി നോക്കുക, എവിടെയാണ് വ്യത്യാസം ഉണ്ടാവുക. ഇതേപോലെ തന്നെ നമുക്ക് പ്രൂഫിൽ വരാൻ പറ്റും, ഒറ്റ സ്ഥലത്ത് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് p² / q² ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ p² ഈക്വൽ ടു 3q² എന്ന് കിട്ടും. അതായത് p² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ക്യാൻ യു പ്രൂവ് ദാറ്റ് p ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3? ഈ രീതിയിൽ ചിന്തിച്ചു പോവാം. ഓക്കെ, സോ തനിയെ ഇതിൻ്റെ പ്രൂഫ് എഴുതാൻ ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇതുവരെയുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓർഡർ പ്രോപ്പർട്ടീസ് ഓഫ് R സ്റ്റാർട്ട് ചെയ്യും. ആൾജിബ്രായിക്